whatever you are better, do it, and other works you give to the third party. Take out your tension and do your job. അവിടെ വർക്ക് ചെയ്യുന്നത് അവർക്കിപ്പോ ഇൻ കേസ് ഒരു അവരുടെ എന്താണ് ഒരു പ്രൊജക്ട് കിട്ടി അവർക്ക് ആ പ്രൊജക്ടിലേക്ക് അവർക്ക് വേണ്ട സ്റ്റോറേജ് എത്രത്തോളം വേണമെന്നും നമുക്ക് അവർക്കൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ അപ്പൊ എക്സിസ്റ്റിംഗ് ഇൻഫ്ര എക്സ്പാൻഡ് ചെയ്യണോ അവർക്ക് ന്യൂ ഇൻഫ്ര സെറ്റ് ചെയ്യണോ എന്നുള്ളതിനൊക്കെ ഒരു പ്ലാൻ നമുക്ക് അവർക്ക്. അതെ, അതായത് മെയിൻലി ഞങ്ങളെ സംബന്ധിച്ച് എമർടെക്കിനെ സംബന്ധിച്ച് ക്വിക്കിനായിട്ട് സംബന്ധിച്ച് നമ്മളൊരു കസ്റ്റമറെ ചെന്ന് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കൊണ്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം വെക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം കസ്റ്റമറുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ പഠിച്ചതിന് ശേഷം അവർക്ക് വേണ്ട ഒരു ബേസിക് സെറ്റപ്പ് റെഡിയാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് എക്സ്പാൻഡബിൾ ആയിരിക്കും. സ്കെയിലബിൾ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുക. കാരണം ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഈ കമ്പനിയിലില്ല. എനിക്ക് തോന്നുന്നു ഷറഫിൻ്റെയിലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. വ്യക്തമായ IT പഠിച്ചവർ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് റീസെൻ്റ്ലി ചെയ്തിരുന്നു ഒരു 10 കമ്പ്യൂട്ടേഴ്സ് ഉള്ള ഒരു മെഡിക്കൽ സെൻ്ററാണ്. അവിടെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ VMware കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ദേ ഡോണ്ട് ഹാവ് ബഡ്ജറ്റ് ഇല്ല അവർക്ക്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ സൊല്യൂഷൻ, ചെറിയൊരു സെർവർ, അവിടെ ഒരു വിൻഡോസ്, അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ബാക്കപ്പ് സൊല്യൂഷൻ വിത്ത് എൻസ്ക്രിപ്ഷൻ ചെയ്തതിൻ്റെ കാര്യം ഏതെങ്കിലും തരത്തിൽ റാൻസം വെയർ അടിച്ചു കഴിഞ്ഞാൽ ബാക്കപ്പ് ഉണ്ടായിട്ടും കാര്യമില്ല. എൻസ്ക്രിപ്റ്റ് ചെയ്യാത്ത ഡാറ്റ ആണെങ്കിൽ വി വിൽ ലൂസ് ഇറ്റ്. സോ ഒരേ സമയം ഗൂഗിൾ ഡ്രൈവ് നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ്. സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നതാണ്. ഈ സ്റ്റോറേജിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഹാർഡ്വെയർ ഫെയിലിയർ വന്നാൽ ദാറ്റ് സ്റ്റോറേജ് വിൽ ബി യൂസ് ഇറ്റ്. ആൻഡ് ദ സെയിം ടൈം ഡിസാസ്റ്റർ റിക്കവറി മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരേ സമയം ചിലപ്പോൾ ഓണറിൻ്റെ ക്ലൗഡിൽ എവിടെയെങ്കിലും നമ്മൾ എൻസ്ക്രിപ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ലൂസ് ദ ഡാറ്റ. മെയിൻലി അതാണ്. കാരണം വൺസ് ലൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ഒരുപാട് നമുക്കറിയാം എന്താണ് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ AMCയുടെ മേജർ ഉദ്ദേശം എന്ന് പറയുന്നത് എൻറ്റയർലി അവർക്കൊരു കൺസൾട്ടൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മേജർ ഇത്. ഒരു തരത്തിലും IT റിലേറ്റഡ് ഉള്ളൊരു പെയിൻ പോയിന്റ് അവർക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ ഉപയോഗപ്പെടുന്നത് ഓണേഴ്സിനാണ്. റൈറ്റ്. ഇപ്പോൾ ഒരു ലിമിറ്റഡ് കമ്പനി, അത് ലിമിറ്റഡ് സ്റ്റാഫുള്ള 20 to 50 സ്റ്റാഫ് വരെയുള്ള കമ്പനിയിൽ പൊതുവെ IT സ്റ്റാഫ് ഉണ്ടാവാറില്ല. റൈറ്റ്. അവർക്ക് വെക്കാൻ പറ്റില്ല, അതിന്റെ ബഡ്ജറ്റ് ഉണ്ടാവില്ല. അവർ വെച്ച് കഴിഞ്ഞാലും അവർക്കൊരു സിംഗിൾ പേഴ്സൺ റിസോഴ്സേ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ അവർ നമ്മളൊരു IT കമ്പനിനെ ഒരു കൺസൾട്ടന്റിനെ ഹയർ ചെയ്യുന്നതോടുകൂടി, ഒരു കൺസൾട്ടന്റിനെ വെക്കുന്നതോടുകൂടി, AMC സൈൻ ചെയ്യുന്നതോടുകൂടി അവർക്ക് ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഒരു ടീമാണ് എത്തുന്നത്, എക്സ്പെർട്ട് ടീം. ഇതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് പോയിന്റ്. അടുത്ത അവർക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളോട് കൺസൾട്ടിങ് എടുക്കാം. ഓക്കെ, അവരുടെ ഇമെയിൽ മാനേജ് ചെയ്യുന്നത് നമ്മളായിരിക്കും. ഇത് നമ്മൾ അവരുടെ വെബ്സൈറ്റ് ഉണ്ടാവും, അത് മാനേജ് ചെയ്യുന്നത് നമ്മളായിരിക്കും. ഇതിന്റെ എല്ലാം റിസോഴ്സും അതോറിറ്റി അവർക്ക് നമ്മളോട് ചോദിച്ചാൽ മതി. എന്താണ് ഇതിന്റെ സിറ്റുവേഷൻ, എന്നാണ് റിന്യൂ ചെയ്യുന്നത്, എന്നാണ്, ഇതൊന്നും അവർ അറിയണ്ട. ഒക്കെ നമ്മൾ ആ സമയത്തേക്ക് അവർക്ക് നോട്ടിഫിക്കേഷൻ പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ വെബ്സൈറ്റ് എക്സ്പയർ ആയിട്ടുണ്ട്, ഇമെയിൽ എക്സ്പയർ ആയിട്ടുണ്ട്, നമുക്ക് ഇനഫ് ലൈസൻസ് ഇല്ല, പർച്ചേസ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ്. കറക്റ്റ്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓണർ എന്തിൻ്റെ ആണോ അവർ ഗുഡ് അറ്റ്, ലെറ്റ് ദം ഡു ഇറ്റ് ദാറ്റ്. അതായത് ഓണർ ഗുഡ് അറ്റ് എന്തിനാണോ അവരത് ചെയ്യണം. അവർക്ക് എന്തിനാ പറയുക ബാക്കി ആവശ്യമില്ലാത്ത ടെൻഷൻസ് അങ്ങനെയുള്ള വർക്കുകളെല്ലാം തേർഡ് പാർട്ടി ആയിട്ടാണ് നമ്മളെ പോലത്തെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കാരണം ആ ഒരു വർക്കിൽ നമ്മൾ പ്രൊഫഷണൽസ് ആണ്, വി ആർ ദ ബെസ്റ്റ്. ആ പുള്ളി ഓണർ ചെയ്യുന്നതിൽ അവൻ ബെറ്റർ ആണ്. സോ വട്ട് എവർ യു ആർ ബെറ്റർ, ഡു ഇറ്റ്, ആൻഡ് അതർ വർക്ക്സ് യു ഗിവ് ടു ദ തേർഡ് പാർട്ടി. ടേക്ക് ഔട്ട് യുവർ ടെൻഷൻ ആൻഡ് ഡു യുവർ ജോബ്.